ഞാൻ 15 വർഷമായിട്ട് ഒരു താരത്തിനെതിരെയും ഒരു ടെക്നീഷ്യനെതിരെയും വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്ത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയിൽ താരത്തിനെതിരെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ താരത്തിന്റെ അതായത് ഒരു ഫൈറ്റ് താങ്ങാനുള്ള ശക്തി ഒരു ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസർക്ക് ഇല്ല. കാരണം സിനിമ നിർമ്മിക്കുന്ന ആളുകൾക്ക് എപ്പോഴും വന്നിട്ട് ഒരു ഇൻഡിവിജ്വൽ മാത്രമാണ്, അവർക്കൊരു ഫാൻ ബേസ് ഇല്ല. ഫാൻ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റിസ്ക് എടുക്കുന്നത് ഒരു സബ്ജക്റ്റ് കണ്ടെത്തി ഒരു നല്ല തിരക്കഥാകൃത്തെ കണ്ടെത്തി, ഒരു ഡയറക്ടറെ കണ്ടെത്തി, ഒരു നല്ല ടീമിനെ കണ്ടെത്തി, ഇവരെയൊക്കെ വലിയ സ്റ്റാറാക്കി മാറ്റാനായിട്ട് ഞങ്ങളാണ് മുൻകൈ എടുക്കുന്നത്. ആ പ്രൊഡ്യൂസറാണ് മുൻകൈ എടുക്കുന്നത്. അതിൽപ്പെട്ട ഒരാളാണ് ഞാൻ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയാൻ മേലാത്ത ആർട്ടിസ്റ്റുകളുടെ ഫാൻ ബേസ്, ആർമി, അല്ലെങ്കിൽ അവരുടെ ഒരു PR വർക്ക് ഇട്ട് ആക്രമിച്ചുകൊണ്ടിട്ടേ ഇരിക്കുന്നത്. എന്താണ് ഇവിടെ? ഞാൻ ഈ നടനെതിരെ, നിങ്ങൾ ഈ പറയുന്ന നടനെതിരെ, പർട്ടിക്കുലർ നടനെതിരെ ഞാൻ എന്തെങ്കിലും പരാമർശിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ല. പരാമർശിക്കേണ്ട സമയത്ത് പറയേണ്ടതാണെങ്കിൽ പേടിയില്ലാതെ തന്നെ പറയുക തന്നെ ചെയ്യും. നാളെ എനിക്ക് സിനിമ എടുക്കണ്ട, എനിക്ക് കുഴപ്പമില്ലല്ലോ. എനിക്ക് കഞ്ഞി കുടിക്കാനുള്ള എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, എനിക്കത് മതി. നമ്മൾ താരത്തെ പേടിച്ച് നമുക്ക് പറയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു താരമാണെന്ന് വിചാരിച്ചുകൊണ്ടിട്ട് അറ്റാക്ക് ചെയ്യുന്നു. നിങ്ങളും എല്ലാം നമ്മളെപ്പോലെ സാധാരണക്കാരല്ലേ നിങ്ങളെല്ലാം. നമ്മളൊക്കെ ടിക്കറ്റ് എടുത്തിട്ടല്ലേ ഇവരെ വലിയ ആളാക്കിയേക്കുന്നത്. വലിയ ആളാക്കി കഴിയുമ്പോൾ ഇവര് എൻ്റെ ഫാൻസ് എന്ത് ചെയ്യും? എൻ്റെ ഫാൻസ് എന്നെ ഇല്ലാണ്ടാക്കുമോ? എന്നെ ഇല്ലാണ്ടാക്കട്ടെ. എന്താ ഇല്ലാണ്ടാക്കുന്നത്?